വീട്ടിലുണ്ടായ കയ്പ്പയ്ക്ക എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ടാണ് ഒരു പിടുത്തമില്ലായിരിക്കുന്ന സമയത്താണ് അമ്മ പറഞ്ഞത് അത് ഒന്ന് ഉണക്കി വയ്ക്കി നമുക്ക് ഇടയ്ക്ക് അത് വെച്ച് കൊണ്ടാട്ടുണ്ടാക്കി കഴിക്കാമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ എന്താ വെച്ചാൽ അത്യാവശ്യം ഒരു മഞ്ഞ നിറമായിരുന്നു, പച്ചയൊക്കെ മാറി ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെറുതെ കളയാൻ തോന്നില്ല, കാരണം വീട്ടിലുണ്ടായതല്ലോ, അത്രയും ഫ്രഷ് ആയതല്ലേ. അപ്പോൾ എന്തിനാ അത് കളയുന്നതെന്ന് വിചാരിച്ചത്. ചെറുതായിട്ട് മഞ്ഞയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായി ഞാൻ കഴുകി, കാരണം ഇത് നിലത്ത് ഇങ്ങനെ പടർന്ന് കിടക്കുമായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതിൽ മണ്ണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി കേട്ടോ. ഇനി അതൊന്ന് കട്ട് ചെയ്യാൻ മുന്നേ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത് കത്തി കൊണ്ട് ഉള്ളിൽ കൂടെ ഇങ്ങനെ എടുത്തിട്ട് ആ കുരു മുഴുവനും കളയുമായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് ഞാനത് കട്ട് ചെയ്തത്. നല്ല നേർത്തതായിട്ട് വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ അതേപോലെ കട്ടി കുറച്ചിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തത് കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് കട്ട് ചെയ്ത് വെച്ചത്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ് കേട്ടോ. അപ്പോൾ അതിന് കട്ടി വളരെ കുറച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്താൽ മാത്രമാണ് പെട്ടെന്ന് ഉണങ്ങി കിട്ടുള്ളൂ. ഇത് ഉണങ്ങാൻ തന്നെ ഒരാഴ്ചയൊക്കെ പിടിക്കും. അപ്പോൾ ഇതിന് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് തിരുമ്മി വെച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ നല്ല വെയിലത്ത് ഒരു പാത്രത്തിലേക്ക്, ഒരു പ്ലാസ്റ്റിക് പാത്രമാണ്, അല്ലെങ്കിൽ നമുക്കൊരു പേപ്പർ ആയാലും മതി. ഞാനിപ്പോൾ പ്ലാസ്റ്റിക് പാത്രത്തിൽ അത് നിരത്തി വെച്ചിട്ട് വെയിലത്ത് ഉണക്കാൻ വെച്ചു കേട്ടോ. ഒരു ദിവസം മൊത്തം അത് ഉണക്കണം കേട്ടോ വെയിലത്ത്. അപ്പോൾ നല്ല വെയിലുള്ളിടത്ത് കൊണ്ടുപോയി രണ്ട് പാത്രത്തിലായിട്ട് നിരത്തി വെച്ചിട്ട് ഞാൻ വെയിലത്ത് ഉണക്കാൻ കൊണ്ടുവച്ചു കേട്ടോ. ഇതൊറ്റ ദിവസം കൊണ്ടൊന്നും ഉണങ്ങി കിട്ടില്ല കേട്ടോ. പക്ഷെ നമുക്ക് ഒരു ദിവസം ഉണക്കിയിട്ട് ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയൊന്ന് വാടിയൊന്ന് വന്നപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ. ഇനി ഇതിലേക്ക് നല്ല കട്ട തൈരാണ് ഒഴിക്കണത് കേട്ടോ. അതൊന്ന് ഒഴിച്ച ശേഷം അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടു, ഉപ്പ് ഇട്ടു കേട്ടോ. ഉപ്പ് നമ്മൾ നേരത്തെ കുറച്ച് ഇട്ടാണ്, അധികം ഉപ്പ് വേണ്ട, എന്നാലും കുറച്ചും കൂടി ഉപ്പ് ഇട്ടു കേട്ടോ. എന്നിട്ട് ഇത് സ്പൂണും കൊണ്ട് ആദ്യം ഒന്ന് ഇളക്കി കഴിഞ്ഞ ശേഷം നല്ല പോലെ ഒന്ന് കൈ കൊണ്ട് തിരുമ്മി വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക്, ഇതിപ്പോൾ ഒന്നും വാടി കഴിഞ്ഞപ്പോൾ ചുരുങ്ങി, അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഉള്ളത് ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ഫുള്ളായിട്ട് ചെയ്തിട്ട് ഒന്ന് നിരത്തി വെച്ചിട്ട് ഞാൻ വെയിലത്ത് ഉണക്കാൻ വെച്ചു കേട്ടോ. ഏകദേശം ഒരു 6 ദിവസം വെയിൽ കൊള്ളിക്കുന്നത്, കാരണം ഇപ്പോൾ വെയിൽ തീരെ കുറവായതുകൊണ്ട് 6 ദിവസം വെയിൽ വെക്കേണ്ടി വന്നു കേട്ടോ. എന്നിട്ടാണ് ഈ ഒരു പരുവത്തിൽ കിട്ടിയത്. അപ്പോൾ അത് അത്യാവശ്യം നല്ല മുറുകെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിതൊന്ന് വറുത്ത് വയ്ക്കാം. അപ്പോൾ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മൊത്തം വറുത്തെടുക്കുകയായിട്ട് ചെയ്തത്. ഓയിലൊന്ന് ചൂടാക്കിയിട്ട് കുറച്ച് ശേഷം എടുത്ത് വറുത്തെടുക്കാൻ. പിന്നെ കുറച്ച് ഓയിൽ എടുക്കാവൂ, കാരണം ഇത് പിന്നെ ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം കയ്പുള്ളതുകൊണ്ട് പിന്നെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇത് മൊത്തം അതിൽ തന്നെ വറുത്തെടുക്കാമെന്ന് വെച്ചാൽ ഞാൻ വറുത്തെടുത്തു കേട്ടോ. ഇനി അത് സ്റ്റോർ ചെയ്ത് വെക്കാം. നമുക്ക് ഒരു ചെറിയ ഒരു കട്ടിയുള്ള പാത്രത്തിൽ നമുക്ക് അടച്ച് വയ്ക്കാം കേട്ടോ. ഇത് തണുക്കൊന്നുമില്ല. നമുക്ക് ആവശ്യത്തിന് ഇതിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. പാവയ്ക്ക് അത്യാവശ്യം നല്ല കയ്പുള്ളത് കൊണ്ട് നമ്മൾ തൈരൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഉണക്കി എടുത്തത് കൊണ്ട് ചെറിയ കയ്പ് മാറി എന്നല്ലാതെ പൂർണ്ണമായിട്ടൊന്നും മാറില്ല. പക്ഷെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാം കേട്ടോ.